ഇ ഡി റെയ്ഡ് എന്നൊക്കെ കേട്ടാൽ ഇവിടെ എല്ലാവരും കിടുങ്ങി വിറയ്ക്കും. അതായത് വലിയ ഇ ഡി വരുന്നു, വീണാ വിജയനെ പിടിക്കാൻ ഇ ഡി വരുന്നു, അല്ലെങ്കിൽ പിണറായി വിജയനെ പിടിക്കാൻ ഇ ഡി വരുന്നു, ഇതാ കള്ളപ്പണ ഇടപാടുകാരെ പിടിക്കാൻ ഇ ഡി വരുന്നു, ഇ ഡി വരുന്നു എന്ന് പറഞ്ഞ് എല്ലാവരെയും പേടിപ്പിച്ച് നിർത്തുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പേര് പറഞ്ഞാണ്. ഇപ്പോൾ CBIയും ചിലപ്പോൾ ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ്. എന്നാൽ ഒരിടത്ത് വ്യാജ ഇ ഡി റെയ്ഡ് നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാകുമോ? അത് വേറൊന്നുമല്ല, നമ്മുടെ പ്രധാനമന്ത്രിയുടെ നാട്ടിൽ ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് ഇങ്ങനൊരു റെയ്ഡ് നടന്നത്. 13 അംഗ സംഘമായിരുന്നു ഈ റെയ്ഡിന് നേതൃത്വം കൊടുത്തത്. വ്യാജ ഇ ഡി റെയ്ഡ്. ആ കഥയിലേക്ക് പോകാം. ഒരു രാധിക ജ്വല്ലേഴ്സ് എന്ന് പറയുന്ന ഒരു ജ്വല്ലറി ഉണ്ട്. ആ ജ്വല്ലറിയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് കനയ് ധാക്കർ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് രാധിക ജ്വല്ലറി. ഈ കനയ് ധാക്കറിന് അത്ര മികച്ച ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഉള്ള വ്യക്തിയല്ല. അദ്ദേഹത്തിന് അനധികൃതമായി സ്വത്തുണ്ട്, സ്വർണവും പണവും ഒക്കെ അനധികൃതമായി സൂക്ഷിക്കുന്നു എന്ന പരാതിയെ തുടർന്ന് 5 വർഷം മുമ്പ് അവിടെ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് നടന്നിട്ടുണ്ട്. അന്ന് കണക്കിൽപ്പെടാത്ത പണവും സ്വർണവും വെള്ളിയുമൊക്കെ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുമുണ്ട്. ആ ഒരു 5 വർഷം മുമ്പുള്ള കേസിനെ കുറിച്ച് ഒരാൾക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. ഭരത് മൊർവാദിയ എന്ന യുവാവിന് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ഇയാളുടെ കയ്യിൽ 100 കോടിയോളം രൂപയുടെ ആസ്തിയുണ്ട് എന്ന് ഈ ഭരത് മൊർവാദിയ എന്ന യുവാവ് മനസ്സിലാക്കുന്നു. പോരാത്തതിന് ഇയാൾക്ക് കള്ളപ്പണത്തിൻ്റെ ഇടപാടുമുണ്ട്. അതുകൊണ്ട് ഇയാളെ ഒന്ന് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും ലഭിക്കുമെന്ന് മൊർവാദിയ കണക്ക് കൂട്ടുന്നു. എന്നിട്ട് മൊർവാദിയ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ദേവായത് കച്ചുമായി ഈ കാര്യങ്ങൾ ആശയവിനിമയം നടത്തുന്നു. അങ്ങനെ ഈ 2 കൂട്ടുകാർ ചേർന്ന് ഒരു വലിയ പദ്ധതി ആവിഷ്കരിക്കുന്നു. ഈ കൂട്ടുകാരിൽ ഒരാളുടെ ഭാര്യയെയും സംഘത്തിൽ ചേർക്കുന്നു. കാരണം വിശ്വാസ്യത വരണമല്ലോ. അങ്ങനെ ഓരോ വിശ്വസ്തരായ കൂട്ടുകാരെയൊക്കെ ചേർത്ത് 13 അംഗ സംഘം ഉണ്ടാക്കി. 13 പേരടങ്ങുന്ന, അതിൽ ഒരു വനിതയുണ്ട്, അതിൽ ഒരാളുടെ ഭാര്യയാണ്. അങ്ങനെ ഒരു വനിത ഉൾപ്പെടുന്ന 13 അംഗ സംഘം ഒരു ദിവസം നിശ്ചയിക്കുന്നു. അത് ഇന്നലെ വ്യാഴാഴ്ചയായിരുന്നു ആ ദിവസം. അവർ വ്യാഴാഴ്ച പുലർച്ചെ 11 മണിയോടുകൂടി 3 കാറുകളിലായി ഇവിടെ വരുന്നു. രാധിക ജ്വല്ലറിയിലെത്തുന്നു. വരുമ്പോൾ കൃത്യമാണ്, എല്ലാവരും വെൽ ഡ്രസ്ഡ് ആണ്. ID കാർഡുകളുണ്ട്, അതായത് ഇ ഡിയുടെ ID കാർഡുകളുണ്ട്. കാറിൽ പോലീസിൻ്റെ സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ട്. വന്ന പാടെ തന്നെ ID കാർഡ് കാണിച്ചിട്ട് വി ആർ ഫ്രം ED, നമ്മളുടെ റെയ്ഡിന് വന്നിരിക്കുകയാണ്, ഞങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ നിന്നാണ്, ഞങ്ങൾ റെയ്ഡിന് വന്നിരിക്കുകയാണെന്ന് ജ്വല്ലറിയിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ ബോധ്യപ്പെടുത്തുന്നു. എന്നിട്ട് എല്ലാവരുടെയും കയ്യിൽ നിന്ന് DVRകളും, അതായത് എന്തൊക്കെ ഇവരുടെ മുഖം അവിടെ പതിയാതിരിക്കാനുള്ള സംവിധാനങ്ങൾ, അതായത് CCTV ക്യാമറയുടെ ഓപ്പറേഷൻസ്, അതുപോലെ മൊബൈൽ ഫോണുകളെല്ലാം പിടിച്ചു വാങ്ങി. ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ അനുവാദമില്ല, വാതിൽ പൂട്ടി. എന്നിട്ട് ഈ വനിത അവിടെ നിന്ന് സ്ത്രീകളുടെ മൊബൈൽ ഫോണും അവരുടെ ശരീരമൊക്കെ പരിശോധിച്ചു. അതായത് എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടോ, രേഖകളുണ്ടോ, അങ്ങനെയൊക്കെയുള്ള പരിശോധന, സ്ത്രീകളുടെ പരിശോധന ഈ വനിത തന്നെ നിർവഹിച്ചു. അല്ല, പുരുഷന്മാർ ചെയ്തു കഴിഞ്ഞാൽ ഇത് മോഷണത്തിൻ്റെ ശ്രമമാണെന്ന് അപ്പോൾ തന്നെ ബോധ്യപ്പെടും. അതുകൊണ്ടാണ് ഈ സ്ത്രീ ഇതിനൊക്കെ ഇടപെടുന്നത്. എന്നിട്ട് ഈ ഉടമസ്ഥൻ അവിടെയുണ്ട്. ആ ഉടമസ്ഥനോട് പറഞ്ഞു, നിങ്ങളുടെ ആ ബന്ധുവിൻ്റെ വീടൊന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. മുമ്പ് ഇതുപോലെ റെയ്ഡ് നടന്നപ്പോൾ അങ്ങനെയൊക്കെയാണ് നടന്നിരുന്നത്. അത് ഓർമ്മ വെച്ചിട്ടാണ് മൊർവാദിയ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. ബന്ധുവിൻ്റെ വീട്ടിൽ പോയി കണക്കിൽപ്പെടാത്ത 40,000 രൂപ അവിടെ നിന്ന് പിടിച്ചെടുത്തു. എന്നിട്ട് ഇയാളുടെ വീട്ടിൽ പോയി. ആദ്യം ജ്വല്ലറിയിൽ 11 മണിക്ക് ഈ സംഘം റെയ്ഡ് നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് ബന്ധുവീട്ടിൽ റെയ്ഡ് നടത്തുന്നു. എന്നിട്ട് എല്ലാ സ്ഥലത്ത് പോകുമ്പോൾ ഇവരുടെ ഫോണൊന്നും തിരികെ കൊടുത്തിട്ടില്ല. ആർക്കും അപ്പോൾ എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ടാണ് നടത്തുന്നത്. എന്നിട്ട് ഇവർ നേരെ എന്ത് ചെയ്തു? ഇയാളുടെ വീട്ടിൽ പോയി. കനയ് ധാക്കറുടെ വീട്ടിലെത്തി വീട് പരിശോധിച്ചു. ബെഡ്റൂം പരിശോധിച്ചിൽ നിന്ന് കുറേ സ്വർണ്ണം കിട്ടുന്നു, ആഭരണങ്ങൾ കിട്ടുന്നു. അങ്ങനെ ഏകദേശം 300 ഗ്രാം സ്വർണ്ണ ബിസ്ക്കറ്റ് കണ്ടുപിടിക്കുന്നു. പിന്നെ 4 ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ, ജ്വല്ലറിയിലേക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ, പിന്നെ പൂജാമുറിയിലും ഭാര്യയുടെ മുറിയിലും ഇരുന്ന സ്വർണ്ണാഭരണങ്ങൾ. അങ്ങനെ ഏകദേശം 25.5 ലക്ഷത്തിൻ്റെ, അതായത് 25.5 ലക്ഷം രൂപയുടെ, 1/4 കോടി രൂപ എന്നൊക്കെ പറയാം, 1/4 കോടി രൂപയുടെ സ്വർണം ഇവർ അടിച്ചു മാറ്റിയിട്ട് വന്ന പാടെ പോകുന്നു. അപ്പോഴാണ് ഈ കനയ് ധാക്കർക്ക്, അതായത് ഉടമസ്ഥന് ഒരു സംശയം. അയാൾ തൻ്റെ സംശയം മകനോട് പങ്കുവച്ചു. ഇത് വ്യാജന്മാരായിരിക്കുമോ? കാരണം ഇത്രയും പേരൊക്കെ ചേർന്ന് ഇങ്ങനെ ഹറിബറിയായിട്ട് വന്ന് ഇതെല്ലാം പിടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ ഒരു സ്വാഭാവികത തോന്നില്ല. എന്നിട്ട് മാത്രമല്ല, ഈ കണക്കെടുപ്പ് നടന്നു. ഈ പിടിച്ചെടുത്ത സ്വർണ്ണമൊക്കെ അയാളുടെ വീട്ടിലെ ഡൈനിങ് ടേബിൾ തന്നെ അടുക്കി വെച്ചു. എന്നിട്ട് ആ സ്ത്രീ കണക്കെഴുതി. അപ്പോൾ അതെല്ലാം കണ്ടപ്പോഴാണ്, അതിൻ്റെ രീതിയൊക്കെ കണ്ടപ്പോഴാണ് ഇവർക്ക് ഒരു സംശയം തോന്നിയത്. ആ സംശയം മകനോട് പങ്കുവച്ചപ്പോൾ ശരിയായിരിക്കാമെന്ന് പറഞ്ഞവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. കച്ചിലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് ആദ്യം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ വിളിച്ചു ചോദിക്കുന്നു, ഇങ്ങനെ എന്തെങ്കിലും റെയ്ഡ് പ്ലാൻ ചെയ്തിരുന്നോ, ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ഇങ്ങനെ റെയ്ഡിന് അയച്ചിട്ടുണ്ടോ എന്നൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ പറയുന്നു, അങ്ങനെ ഉദ്യോഗസ്ഥർ ഞങ്ങൾക്കില്ല, അങ്ങനെ പേരുകാരുമില്ല, അങ്ങനെ ഒരു റെയ്ഡും നടന്നിട്ടില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചു. ഉടനെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ആക്ഷൻ ആരംഭിച്ചു. 10 സംഘമായി പിരിഞ്ഞു. അതായത് 10 സംഘം, 10 ടീമിനെ നിയോഗിച്ചു ഈ കള്ളന്മാരെ പിടിക്കാൻ. അങ്ങനെ 10 ടീമും
എന്താണ്ട് എല്ലാ ഏരിയകളും അഹമ്മദാബാദ് ഗുജറാത്തിലെ പല ഏരിയകളും കള്ളന്മാരുടെ ഏരിയകളിലൊക്കെ പരിശോധിച്ചിട്ട് നേരെ ഈ 13 പേരെയും 12 പേരെയും പിടികൂടി. എന്നിട്ട് ഈ തട്ടിക്കൊണ്ടുപോയ സ്വർണത്തിലെ ഏറിയ പങ്കും വീണ്ടെടുക്കുകയും ചെയ്തു. അതാണ് ഈ കേസിൽ സംഭവം. എന്നിട്ട് ഏറ്റവും ഒടുവിലുള്ള സംഭവം ഇവരെയൊക്കെ പിടിച്ചു. എന്നിട്ട് വരുന്നത് ഗുജറാത്തിൽ നടക്കുന്ന മാഫിയ പ്രവർത്തനങ്ങൾ, ഇതുപോലെ ആൾമാറാട്ടം നടത്തിയുള്ള കൊള്ളകൾ, തീവെട്ടിക്കൊള്ളകൾ, അതുപോലെ ഇഷ്ടം പോലെ സംഭവങ്ങളാണ്. മയക്കുമരുന്ന് കച്ചവടം, ഇതൊക്കെ ഗുജറാത്ത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് BJP സർക്കാർ ഭയങ്കര പിന്തുണ നൽകുന്നു എന്ന തരത്തിലുള്ള വാദം കഴിഞ്ഞ ദിവസം കേജ്രിവാൾ ഡൽഹി നിയമസഭയിൽ പറയുകയും ചെയ്തിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഗുജറാത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെയാണ്. വ്യാജ റെയ്ഡുകൾ, മയക്കുമരുന്ന് മാഫിയയുടെ ഇടപെടലുകൾ, ഇതൊക്കെ ഗുജറാത്തിനെ, മഹാത്മാഗാന്ധിയുടെ നാടിനെ നശിപ്പിച്ച് കൊണ്ടിരിക്കുകയും ചെയ്യുന്നു.